ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ രണ്ടാമത്തെ ആഴമായ പ്രസ്താവന ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്: നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന പദമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും അവരുടെ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരും ആഴമായി വിശുദ്ധിയെ തികയ്ക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുന്നവരുമായി തീരണം എന്നുള്ളതായ പ്രസ്താവനയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന പദമാണ്. കർത്താവായ യേശുമശിഹ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, നാം വിശുദ്ധിയെ തികച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസങ്ങളും ജീവിപ്പാൻ ഉത്സാഹിക്കാൻ വേണ്ടിയാണ് എന്ന പദമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യവും പറയുന്നുണ്ട്: സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ ദിവസങ്ങളും സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തോട് അനുരൂപരായിത്തീരുവാൻ വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ തലത്തിൽ നാം മുൻപോട്ട് പോകുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണം എന്നുള്ളതായ വാക്കുകളാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത് വാക്യം നാം വായിക്കുമ്പോഴും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ: ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന പദമാണ്. എന്താണ് ഈ വാക്യങ്ങളിലൂടെയൊക്കെ ഓർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവായ യേശുമശിഹ തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയും ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിശുദ്ധിയെ നാം തികയ്ക്കുവാൻ സാധിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, പാപവഴികളെ വിട്ട് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരും വിശുദ്ധിയെ തികച്ചുകൊണ്ട് ആ നിത്യതയെ കരസ്ഥമാക്കുന്നവരുമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ഉത്സാഹിക്കുന്നവരുമായി തീരണമെന്നുള്ള ചിന്തകളും ആലോചനകളുമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധിയിൽ നിന്ന് പാപത്തിലേക്ക് കടന്നു പോകുന്നവരായിട്ടല്ല, പാപവഴികളെ വിട്ട് വിശുദ്ധിയെ തികച്ച് വാഗ്ദത്തം നിവർത്തി നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശുദ്ധിയെ തികച്ചുകൊണ്ട്
ഞങ്ങളെ തന്നെ സ്വയം വെടിപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ സഹായിക്കണമേ. പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധിയെ തികച്ചു വാഗ്ദത്തം പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.